ഹായ് കൂട്ടുകാരെ, അടുത്ത ഒരു ഓണത്തിൻ്റെ വിഭവസമൃദ്ധമായ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങളുടെ പ്രയർ ഗ്രൂപ്പിൻ്റെ ഓണം നാളെ കഴിഞ്ഞുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ഷോപ്പിംഗ് ചെയ്യണമല്ലോ. അവിയൽ ഞാനും എൻ്റെ ഒരു കൂട്ടുകാരി അജോമി, ഞങ്ങൾ രണ്ട് വീട്ടുകാരോടും കൂടിയിട്ടാണ് അവിയൽ ഉണ്ടാക്കുന്നത്. ഞങ്ങളൊരു ടോട്ടൽ 60 പേർക്കുള്ള അവിയൽ ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ നമ്മുടെ മലയാളി സുഹൃത്തുക്കളെല്ലാവരും ചേർന്ന് ഒരു മലയാളിക്കട തുടങ്ങിയിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. നമുക്കിപ്പം ഒരുപാട് ദൂരെയൊന്നും പോകണ്ട മലയാളി സാധനങ്ങൾ കിട്ടാനായിട്ട്. ഇതിൻ്റെ പേര് കിച്ചൺ ഫ്രഷ് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഈ കിച്ചണിലുണ്ട്. അപ്പോൾ നമുക്ക് ഈ കിച്ചൺ ഫ്രഷിലേക്ക് ഒന്ന് പോയി നോക്കിയാലോ, വരൂ. അപ്പോൾ നമ്മൾ കടയിലേക്ക് കയറി. ഇതിപ്പോൾ ഫ്രോസൺ ഐറ്റംസാണ് ഇവിടെ. നമ്മുടെ നാട്ടിലുള്ള എല്ലാ തരം വിഭവങ്ങളും ഫ്രീസ് ചെയ്ത് കേടുകൂടാതെ നമുക്ക് അതേ ടേസ്റ്റോടു കൂടി തന്നെ ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പം നമ്മുടെ ഈ കടയുടെ എന്താ പറയുക, ഓണർ എന്ന് പറയണോ എന്താ പറയേണ്ടത്, കിച്ചൺ ഫ്രഷുള്ള, അപ്പൊ കിച്ചണിലെ ഒരു വീട്ടമ്മയാണ്. മഞ്ജു ആണ് പേര്. ഇനി മഞ്ജു കുറച്ച് വിശേഷങ്ങളൊക്കെ പറയട്ടെ. ഇത് നമ്മള് എത്ര നാളായി തുടങ്ങിയിട്ട്? നമ്മളിപ്പോ ഒരു വർഷത്തോളമായി. നമ്മുടെ ഒരു കൂട്ടായ്മയില് രണ്ട് ഷെയർ പാർട്ട്നേഴ്സായിട്ട് നമ്മൾ തുടങ്ങിയതാണ്. കുഴപ്പമില്ലാണ്ട് പോണുണ്ട്. നമ്മൾ നമ്മുടേതായ ഒരു തനിമയിലുള്ള സാധനങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് താല്പര്യപ്പെട്ട് അതിൻ്റെതായ റേറ്റിലും എല്ലായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഫ്രഷ് ആയിട്ടുള്ള ഐറ്റംസ് മാക്സിമം. മഞ്ജുയുടെ കടയിൽ വരാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്? ഇടയ്ക്ക് വരും. മഞ്ജു വർക്ക് ചെയ്യണത് എവിടെയാ? ഞാൻ മേപ്പോൾ ബൂപ്പയുടെ ഒരു നേഴ്സായിട്ട് വർക്ക് ചെയ്യണം. ഇവിടെ വന്നിട്ട് UK വന്നിട്ട് ഞങ്ങൾ 3.5 വർഷമായി. നാട്ടിലെവിടെയാ? നാട്ടിൽ എറണാകുളം കാലടി. കാലടി ഞങ്ങളുടെ സൈഡാണ്. ഞങ്ങള് കുറ്റിപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങള്. അല്ല, ചെങ്ങമ്മനാട്, അത്താണി, ചെങ്ങമ്മനാട്, മാഞ്ഞാലി ആ സൈഡില് അവിടെ ഞങ്ങള്. അപ്പൊ എനിക്ക് തോന്നുന്നു ഡിനോയൊക്കെ ആ ഭാഗമായിട്ട് വരും. അവര് ഇരിങ്ങാലക്കുട, അത് വേറെ സൈഡാ. നമ്മുടെ ഇത് അത്താണി, നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ടില്ലേ, അവിടെ ഒരു 20 മിനിറ്റ്സ് യാത്രയുള്ളൂ നമ്മുടെ അവിടെ. പറവൂര്. അപ്പൊ എന്തായാലും നമ്മുടെ വീടിന്റെ അവിടെ, എനിക്കൊന്ന് എന്റെ വീട്ടിൽ നിന്ന് ഇപ്പൊ ഇങ്ങോട്ടേക്ക് ഒരു 10 മിനിറ്റ് യാത്രയുള്ളൂ. അപ്പൊ ഭയങ്കര സന്തോഷം ഞങ്ങൾക്ക് ഇവിടെ വന്ന് ഇത് കഴിക്കാം. അപ്പൊ എന്തൊക്കെയാ നമുക്ക് ഇവിടെ സാധാരണ വരുന്നത്? ഇതൊക്കെ നാട്ടിൽ നിന്ന് തന്നെ നമ്മൾ കൊണ്ടുവരാം. നാട്ടിലുള്ള സാധനങ്ങൾ നമ്മളെ എക്സ്പോർട്ട് ഡീലേഴ്സ് ഉണ്ട് നമ്മുടെ. അപ്പൊ അവരാണ് മിക്ക സാധനങ്ങളും തന്നെ നമുക്ക് ചെയ്തിട്ട് നമ്മൾ തന്നെ പോയി എടുക്കും. ഇവിടെ നമുക്കൊന്ന് തുടങ്ങിയാലോ? പിന്നെ ക്യാമറ ചെയ്തോളൂ കേട്ടോ. ഇടിയപ്പം നമ്മൾ വീട്ടിൽ തന്നെ കൊണ്ടുപോയി ഉണ്ടാക്കി നോക്കിയിരുന്നത്. ഇത് അമ്മച്ചീസ് എന്ന് പറഞ്ഞിട്ട് ഇടിയപ്പം നല്ല ബ്രാൻഡാണ്. ജസ്റ്റ് മൈക്രോവേവ് ചെയ്താൽ മതി, സ്റ്റീം ചെയ്യാം. ഉഴുന്നുവട ഇത് ഞാൻ ഒരു പ്രാവശ്യം ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ട് ടേസ്റ്റ് ചെയ്തായിരുന്നു. നല്ല ടേസ്റ്റാണ്, നല്ല ടേസ്റ്റ്, വീട്ടിലുണ്ടാക്കുന്ന പോലെ തന്നെ. ഇത് കായലി എന്ന് പറഞ്ഞിട്ട് ഇവരുടെ ബ്രാൻഡും ഉണ്ട് കേട്ടോ. ഇടിയപ്പം ഉണ്ട്. ഇത് ആലപ്പി. ഓക്കെ, ഇതും മറ്റേ ബ്രൗൺ നിറത്തിലുള്ളതല്ലേ? ഓക്കെ ഓക്കെ. ഇപ്പൊ കുറെ ആൾക്കാരൊക്കെ ആ ഒരു ട്രെൻഡിൽ. അതെ അതെ അതെ. ഇപ്പൊ നമ്മള് പഴയ ഇതൊക്കെ മാറിയിട്ട് ഇപ്പൊ നമ്മള് കുറച്ചുകൂടി ഹെൽത്ത് നോക്കുന്നുണ്ട്. പിന്നെ പഴംപൊരി, അതും ഇത് ഫാമിലി പാക്ക് കുറെ ആൾക്കാർ പ്രിഫർ ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഒരു വീട്ടിലേക്കോ പിന്നെ ഒരു ഒക്കേഷനോ ആൾക്കാരെന്തെങ്കിലും വിസിറ്റേഴ്സ് ഒക്കെ വരുമ്പോഴൊക്കെ നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ബ്രാൻഡ് എനിക്കൊന്ന് ഫേമസ് ആണല്ലേ, അമ്മച്ചീസ് ബ്രാൻഡ് അല്ലേ? അതെ അതെ, അവിടെ നല്ല ഐറ്റംസും ആണ്. ഓക്കെ, ഇതൊക്കെ ഇപ്പൊ നമ്മൾ നേരിട്ട് ഡീലിങ്സ് ആണ് അവരായിട്ട്. അതെ അതെ. അങ്ങനെ പിന്നെ ഇഡ്ഡലി ഇതുപോലെ ആരെങ്കിലും ഗസ്റ്റ് ഒക്കെ വരുമ്പോഴൊക്കെ നമുക്ക് പെട്ടെന്ന് എളുപ്പമല്ലേ. ഇത് സ്റ്റീം ചെയ്താൽ മതി അല്ലേ? നമുക്ക് മൈക്രോവേവ് ചെയ്ത് മതി ചേച്ചി. മൈക്രോവേവ് ചെയ്യാൻ നമുക്ക് ഈസിയാണ്. ഓക്കെ, നമുക്ക് ഇതൊന്ന് മാറ്റിയിട്ട് ഇങ്ങോട്ട് വരാം. ഇത് എന്താന്ന് നോക്കുന്നത്. അടുത്ത സെക്ഷനിലേക്ക് വന്നപ്പോൾ എൻ്റെ കൂട്ടുകാരി ഇതേ അജോബി, നമ്മൾ രണ്ടുപേരുമാണ് അവിയൽ പരീക്ഷണം. ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതാണ്. ഞങ്ങൾ നോക്കട്ടെ എന്തൊക്കെയാണ് ഇവിടെ. പാലപ്പം നമ്മുടെ അമ്മച്ചിയുടെ തന്നെ എല്ലാം കൂടുതലും അമ്മച്ചീസ് ഇതാണ് അല്ലേ? ഇത് മൈക്രോവേവ് ചെയ്താൽ മതി. അതെ അതെ, എല്ലാം കുക്കഡാണ്. എല്ലാം കുക്കഡ്. കള്ളപ്പം ഇതെല്ലാം ഫുള്ളി കുക്കഡാണ്. എല്ലാം ഇവിടെ ഉണ്ട്. നമുക്കൊക്കെ ഇനി റെസ്റ്റ് എടുത്താൽ മതി. ഇതിപ്പോ അമ്മച്ചിയുടെ തന്നെ ഉഴുന്നുവട നമ്മളിടയ്ക്ക് കണ്ടിട്ടുണ്ടല്ലേ യൂട്യൂബിലെല്ലാം അമ്മച്ചിയുടെ കണ്ടിട്ടുണ്ട്. നല്ല ബ്രാൻഡാണ് കേട്ടോ. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഒരു ടേസ്റ്റ് അല്ലേ? ഇതിപ്പോ നമ്മൾ ഏറ്റവും പെട്ടെന്ന് എടുക്കുന്നത് ഇതായിരിക്കും, കോക്കനട്ട് ചട്നി. അയ്യോ, വെളുത്ത നിറാണല്ലോ, തേങ്ങ ചട്നി. പച്ചമുളക് ഇട്ട് അരച്ചത്. ഇതും ഇത് കേരള ഡിലൈറ്റ്സിന്റെ അല്ലേ?
പിന്നെ ഇത് പൊറോട്ട നമ്മൾ സാധാരണയായിട്ട് ചപ്പാത്തി വീട്ടിൽ കൊണ്ടുപോവുക, വൈകിട്ട് കഴിക്കുക. ഓക്കെ, ചപ്പാത്തി പൊറോട്ട, മലബാർ പൊറോട്ട. ഇത് നമ്മൾ മൈക്രോവേവിൽ ചെയ്താൽ മതി, നല്ല ടേസ്റ്റ് ആണ്. നമുക്കൊന്ന് വെച്ചിട്ട് മൈക്രോവേവ് ജസ്റ്റ് ഒരു മിനിറ്റ് ഒക്കെ വെച്ചാൽ ആ ഫ്രോസൺ മാറി കിട്ടും. പിന്നെ പാനിൽ വെച്ചിട്ട് കൂടുതൽ ടേസ്റ്റ് ഉണ്ട്. നല്ല കടയിൽ നിന്ന് കിട്ടുന്ന അതേ ഇതിൽ കിട്ടും. കോഫി ആയിട്ട് ഇന്നിപ്പോ ഇത്തിരി തിരക്ക് കുറവാണല്ലേ? ഇന്ന് എനിക്കൊന്ന് ഉച്ച കഴിഞ്ഞ് തുടങ്ങിയിട്ട് ഓണത്തിന്റെ തിരക്ക് കുറയും. ആൾക്കാർ കുറെ ഒക്കെ വന്നു പോയപ്പോ നമ്മുടെ വെജിറ്റബിൾ ഇച്ചിരി ലേറ്റ് ആയി, അതുകൊണ്ട് അത് നമ്മള് ഡെലിവറി ചെയ്ത് കൊടുക്കാന്ന് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ മലയാളികളുടെ സ്വന്തം കപ്പ. ഈ കപ്പ നമ്മൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഇത് അരിയണം അല്ലേ? ഇത് ചെണ്ടൻ കപ്പയാണ്. പിന്നെ അവിടെ മറ്റേതുണ്ട്, നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. നമ്മുടെ നാട്ടിലെ ആ ഒരു ടേസ്റ്റ് തന്നെ കിട്ടും. പിന്നെ ഇത് പല ബ്രാൻഡ് ഉണ്ട് ഇതിന്റെ. ആലപ്പീസ് ഇത് ഇതുപോലെ തന്നെ കാറ്ററിംഗ് പൊറോട്ട എന്ന് പറഞ്ഞിട്ട് വലിയ പൊറോട്ടയാണ്. കുറച്ചുകൂടെ ഒരു ഫാമിലിയെ കൺസേൺ ചെയ്തിട്ടുള്ള ഒരു മേക്കാണ്. ഇതൊക്കെ ഉണ്ടായിരുന്നു അല്ലേ പഴയ കാലത്ത്? നമ്മുടെ ആ ഒരു സ്കൂൾ ജീവിത കാലഘട്ടത്തില് എനിക്കൊന്ന് നമ്മുടെ ഒക്കെ ഒരു തലമുറ കഷ്ടപ്പെട്ട് തന്നെ വളർന്നവരാണ് ശരിക്കും പറഞ്ഞാൽ. ഇപ്പൊ എല്ലാം റെഡി ചേച്ചി അങ്ങോട്ട് തന്നെ കാണാം, അവിടെ എല്ലാം കുക്ക്ഡ് ആയിട്ടുള്ള ഇതിലെ പോവാം സ്നാക്സ്. ഇതും കപ്പകളുടെ തന്നെ വെറൈറ്റികളല്ലേ? തേങ്ങ, തേങ്ങ കൊത്ത്. പണ്ട് നമ്മൾ തേങ്ങ എന്താ പറഞ്ഞ തെങ്ങിന്ന് വന്ന് പൊട്ടിച്ച് നമ്മൾ തന്നെ കൊത്തണായിരുന്നു. ഇതൊക്കെ റെഡി ടു യൂസ് ആണിത്. അതും തേങ്ങ നമ്മൾ ഇരുന്ന് ചിരവയിലിരുന്ന് ചുരണ്ടിയാണ് നമ്മൾ, ചുരണ്ടതല്ലോ ചിരകിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് ഇപ്പൊ റെഡി ടു യൂസ് ആണത്. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടം ഇതാണ് കേട്ടോ. നല്ല ഇതാണ്, നല്ല വിശ്വാസമാണ് ഇതിനെ പറ്റിയിട്ട്. പിന്നെ ഇത് നെല്ലിക്ക, ഇതൊക്കെ നെല്ലിക്ക, കരിനെല്ലിക്കുണ്ട്. അതിന്റെ ടേസ്റ്റ് ആണെന്നറിയാമോ? ഇവിടെ നമ്മുടെ അടുത്തുണ്ടായിരുന്നു. നാട്ടിലെ കരിനെല്ലിക്ക അമ്മച്ചിമാരൊക്കെ ഇട്ട് നല്ല ടേസ്റ്റ്. ഇതൊക്കെ ജസ്റ്റ് ഫ്രോസൺ നെല്ലിക്ക. ആൾക്കാർ ജ്യൂസ് ഒക്കെ രാവിലെയൊക്കെ ഞാൻ ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട്. അതെ, ഞാൻ ഒരുപാട് യൂസ് ചെയ്യണതാണ് നെല്ലിക്ക. ഫ്രഷ് നെല്ലിക്ക ഫ്രഷ് ഉണ്ട്, അപ്പൊ അത് മേടിക്കാം. അതെ, ഇതൊക്കെ സ്ലൈസ്ഡ് നമ്മൾ ടപ്പിയൊക്കെ അതന്നെ നമുക്ക് പുഴുക്കിലൊക്കെ പാകത്തിനുള്ള സ്ലൈസ്. അതെ അതെ അതെ. ഇത് നമുക്ക് കപ്പ നമുക്ക് നുറുക്കേണ്ട ആവശ്യം പോലും. ഇത് നുറുക്കി വന്നിരിക്കുന്നതാണ്. ജസ്റ്റ് ഒന്നും കൂടി തിളപ്പിച്ചാൽ മതി അല്ലേ? അതെ, വേഗം ചെയ്യും ഈ ഫ്രോസൺ സാധനംസ്. ഇത് യു കെയിലൊക്കെ ആരെങ്കിലും ഇത് കാണുന്നവരുണ്ടെങ്കിൽ ഇവിടേക്ക് വരിക. കിച്ചൺ ഫ്രഷിലേക്ക് സ്വാഗതം. ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങൾ നന്നായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബൾക്കായിട്ട് ഓർഡർ ആണെങ്കിലും നമ്മൾ പ്രീ ഓർഡറിൽ നമ്മൾ എടുക്കും. എത്ര ഓർഡർ ആണെങ്കിലും നമ്മൾ പ്രീ ഓർഡറിൽ. ഓക്കെ. പിന്നെ ഇത് ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? മാംഗോ, കട്ട് മാംഗോ. ജോമി, കട്ട് മാംഗോ. ചേച്ചി ഈ ചക്ക ട്രൈ ചെയ്തിട്ടുണ്ടോ? സമയം കിട്ടുമ്പോ ഒന്ന് ട്രൈ ചെയ്തോ. ഫ്രോസൺ ചക്ക ഒന്നും ഇല്ലെങ്കിൽ നീളത്തിൽ കീറിയത്. ഇതിപ്പോ അവിയലിടാൻ പറ്റുമോ? അവിയൽ ഇടില്ലാന്നോണല്ലേ? ഇല്ല, ചിറ്റ പറഞ്ഞിട്ടില്ല. ഇപ്രാവശ്യത്തെ റെസിപ്പി ഞങ്ങളുടെ ചിറ്റയുടെ റെസിപ്പി വെച്ചിട്ടാണ് ഞാൻ അവിയൽ വെക്കാൻ പോണത്. അതിനകത്ത് ഈ റെസിപ്പി ഇതില്ല, അപ്പൊ അതുകൊണ്ട് ഇടുന്നില്ല. എപ്പോഴേലും സമയം കിട്ടുമ്പോ ഒരു 2 പാക്കറ്റ് കൊണ്ടുപോകാം. സൂപ്പർ. ചില ആൾക്കാർ സംശയിക്കും നമ്മളിത് നല്ലതാണോ. ഞാനപ്പോ ഇങ്ങനെ ഇത് കൊണ്ടുപോയിട്ട് ഇത് നമുക്ക് ബെസ്റ്റ് ആയിട്ട് തോന്നാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു വീഡിയോ എടുക്കണതായിരിക്കും കേട്ടോ. നല്ല സാധനമായിരിക്കും. ഇത് നോക്കിയ മക്കളെ, നമ്മുടെ കണ്ണുനീരി എന്തുമാത്രം കണ്ണുനീരാ വന്നേക്കണല്ലേ പഴയ കാലത്ത്. നന്നാക്കിയ ഉള്ളി, അടിപൊളി, സൂപ്പർ. പിന്നെ സാമ്പാർ മിക്സ് എല്ലാം റെഡിയാണ് ഇതിനകത്ത്. അവിയൽ മിക്സും ഉണ്ട്. അവിയൽ മിക്സും റെഡിയാണ്. ഓക്കെ. അപ്പം വെണ്ടയ്ക്ക റെഡി. അങ്ങനെ ഇതും ഒരു വെജിറ്റബിളിന്റെ ഒരു ഫ്രോസൺ എല്ലാം ഉണ്ടായിരുന്നു ഇവിടെ. അടുത്ത ഫ്രോസന്റെ ഒരു ഇതിലേക്ക് വന്നിരിക്കുവാണ് ഞങ്ങള്. ഇത് നമുക്ക് കണ്ണ് മഞ്ഞളിച്ചു പോകും. കാരണം നമുക്കിനി കിച്ചണിൽ കയറി കുക്ക് ചെയ്യണോ വേണ്ടെന്ന് ആലോചിച്ച് പോകുന്ന ഒരു ട്രാക്കാണിത്. നോക്കിയേ, നമ്മുടെ അങ്കമാലി മാങ്ങാക്കറി ഫേമസ് എന്ന് പറഞ്ഞാൽ ഈ എവിടെയൊക്കെ മലയാളികളുണ്ടോ അവിടെയൊക്കെ അങ്കമാലി മാങ്ങാക്കറി ഫേമസ് ആണ്. ഇത് ഞാൻ ഒരു പ്രാവശ്യം ഇവിടുന്ന് കൊണ്ടുപോയി നോക്കിയായിരുന്നു. അടിപൊളി ടേസ്റ്റാണ്, സെയിം ടേസ്റ്റ്. കാരണം നമ്മൾ അങ്കമാലി ആ ഒരു സൈഡിലുള്ളത് കൊണ്ട് നമ്മൾ എപ്പോഴും മാങ്ങാക്കറി വെക്കാറുണ്ടല്ലോ. അതും ആ ഒരു എല്ലാത്തിൻ്റെ ഉള്ളിയും അതിൻ്റെയൊക്കെ കരിവേപ്പിലയുടെ ഒക്കെ ടേസ്റ്റ് അടിപൊളി. ഇത് ആരുടേത്?
ഇത് ആലപ്പി. ഓക്കെ ഓക്കെ, സൂപ്പറാണത്. അതുപോലെ എന്തൊക്കെയാ നമ്മളെ ഇതിനകത്തുള്ളത് നോക്കുകയാകുമ്പോൾ കുറച്ചുകൂടി പെട്ടെന്ന് പറയാൻ കിട്ടുമല്ലോ അല്ലേ? ചേച്ചി ഇത് ചിക്കൻ ടിക്ക മസാല. ഇപ്പൊ നമ്മൾക്ക് കുറെ പേർക്കൊക്കെ ഇപ്പൊ നമ്മള് ബാച്ചിലേഴ്സ് ആയിട്ട് താമസിക്കുന്നവർക്കും അല്ല, ഇതിപ്പോ ബാച്ചിലർ മാത്രമല്ല, ഒരു ഫുൾ ഫാമിലിക്കുള്ള കറി ഉണ്ട് ഇതൊക്കെ കേട്ടോ. നമ്മൾ വീട്ടിൽ ട്രൈ ചെയ്തിട്ടുണ്ട്. ബീഫ് റോസ്റ്റ് ഇതിന്റെ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. അതിന്റെ പോലെ തന്നെ നമ്മൾ മൈക്രോവേവ് ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പറാണ്, നല്ല ടേസ്റ്റാ. ചിക്കൻ, ബീഫ്, എല്ലാ തരത്തിലുള്ള ബീഫ് ഉണ്ട്, റോസ്റ്റ്, മട്ടൺ ഉണ്ട്, ബിരിയാണി ഉണ്ട്, പിന്നെ ബട്ടർ ചിക്കൻ, കിങ് ഫിഷിന്റെ കറി, നെയ്മീൻ കറി, മട്ടൺ, എല്ലാ അപ്പം നോൺ വെജും ഉണ്ട് ഇവിടെ, റെഡിയാണ് ഇവിടെ. ഇത് ഏതിലായിരുന്നു വെച്ചോണ്ടിരിക്കുന്നത്? സ്നാക്സ് തുടങ്ങുകയാണെങ്കിൽ ഇതെങ്ങനെയാന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് 3 എണ്ണം, ഇത് ഒരെണ്ണം എടുക്കുന്നവർക്ക് 3 എണ്ണം നമുക്കൊരു പാക്കറ്റ് എടുക്കാം. ഓക്കെ, അതായത് ബൈ 1 ഗെറ്റ് 1 ഇത് ബൈ 2 ഗെറ്റ് 1 ഫ്രീ. ഓക്കെ ഓക്കെ, ഇത് ഓണം സ്പെഷ്യൽ ആണോ? അല്ല, ഇത് ഈ കമ്പനിക്കാരുടെ ഓഫർ ഉണ്ട്. അപ്പൊ അതെ, സുഹിയനുണ്ട്. ഇനിയിപ്പം ഇതേ ഇലയിലുള്ള അട കഴിച്ചില്ല എന്ന് ആർക്കും പരാതി വേണ്ട, ഇലയുടെ ഉണ്ട്, നല്ല ടേസ്റ്റ് കഴിച്ചു അല്ലേ? പിന്നെ ഇതെന്താണത്? തങ്കമാലി മാങ്ങ പറഞ്ഞതാണ്. ഉഴുന്നുവട ഉണ്ട്, ബനാന ഫ്രൈ ഉണ്ട്, വെജിറ്റബിൾ കട്ട്ലേറ്റ് ഉണ്ട്, പരിപ്പ് വട ഉണ്ട്, ഇടിയപ്പം ഉണ്ട്. ഇനി ഇത് മലയാളികളുടെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ചീരത്തോരൻ, അതും റെഡിയാണ്. നെയ്യപ്പം ഉണ്ട് താഴെ, അങ്ങനെ എല്ലാം ഉണ്ട്. നല്ല വലിയ സന്തോഷം ഇതൊക്കെ കാണാനും എൻ്റെ കൂട്ടുകാരെ കാണിക്കാനും സാധിച്ചതിൽ സന്തോഷം. മഞ്ജുവിന് കുറച്ച് ടൈം ഉണ്ടായില്ലേ ഞങ്ങൾ വന്ന സമയത്ത്, കറക്റ്റ് തിരക്കില്ലാത്ത സമയത്ത്. അതെ. പിന്നെ ഇത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരാണെങ്കിൽ ഇത് നമ്മുടെ പഴം പുഴുങ്ങിയതല്ലേ? പഴം പുഴുങ്ങിയത്, ഫേവറേറ്റ് ഉണ്ണിയപ്പം, നെയ്യപ്പം, അടിപൊളി. പച്ചടി, അടപ്രഥമൻ, കൂട്ടുകറി, പാവയ്ക്ക മെഴുക്കുവരട്ടി, ഉന്നക്കായ. ഓക്കെ, അതെ അല്ലേ? നമ്മുടെ സൈഡിലേക്ക് അങ്ങനെ അത്ര ഉന്നക്കായ നമ്മളൊന്നും അങ്ങനെ കഴിച്ചിട്ടില്ല. പക്ഷെ ഞാനിപ്പോ കൂട്ടുകാരൊക്കെ പറഞ്ഞ് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. കപ്പ വേവിച്ചത്, ഇത് റെഡി ടു ഈറ്റ് ആയിരിക്കും അല്ലേ? സുഹിയൻ, പിന്നെ ഇത് ഇഡ്ഡലി, എന്താ കൂട്ട് പൊറോട്ട, ജിലേബി, പരിപ്പ് വട, ലഡു, എന്താ മോനെ, പാലക് പനീർ. ഓക്കെ, ഇനി അടുത്ത സെക്ഷനിലേക്ക് പോകുന്നത് ഇതും പൊറോട്ട തന്നെയാണ് അല്ലേടാ? ഇതെല്ലാം സ്വീറ്റ് ആയിട്ടുള്ളത്. ഓക്കെ. പൂരി വിത്ത് മസാല, പിന്നെയും പരിപ്പ് വട, വെജിറ്റബിൾ സമോസ, ബനാന റോസ്റ്റ്, ബനാന ഫ്രൈ, കോഴിക്കട്ട, യമ്മി. അതെ, പച്ചടി, പിന്നെയും ഉഴുന്നുവട, ഉണ്ണിയപ്പം, ബനാന റോസ്റ്റ്. എന്റെ ദൈവം, ഇതൊക്കെ ഇനിയിപ്പോ ഓണത്തിന് ഇനി നമ്മളൊന്നും വെക്കണ്ടെന്ന് തോന്നുന്നത്, കഴിച്ച പോലെ ആയിട്ടുണ്ട്. എന്നാലും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇതിൽ ചിലതൊക്കെ നമ്മൾ ടേസ്റ്റ് ചെയ്താണ് അല്ലേ ജോമി? നല്ലതാണ്. എല്ലാവർക്കും വിശ്വാസത്തോടു കൂടി വന്ന് വാങ്ങിക്കാം. ഫ്രഷ് ആയിട്ടുള്ളത് കിച്ചൺ ഫ്രഷില് സെക്ഷനിലേക്ക് നമ്മൾ വന്നിരിക്കുവാണ്. അപ്പൊ മഞ്ജുനോട് തന്നെ ചോദിക്കാം. മഞ്ജു മോളെ, ഇത് എന്തൊക്കെയാണത് കാര്യങ്ങൾ എന്ന് പറയാമോ? ചേച്ചി, നമ്മൾ വീക്കിലി ഒരു 3 ദിവസം നമ്മൾ ഫ്രഷ് മീറ്റും വെജിറ്റബിൾസും ഫ്രഷ് മീറ്റും ഫിഷും കൊടുക്കുന്നുണ്ട്. ഓക്കെ, അത് അപ്പൊ തന്നെ ഫ്രഷ്ലി പാക്ഡ് ആണ്. അങ്ങനെ എല്ലാ മീറ്റും ഇപ്പൊ നാട്ടിൽ നിന്നാണ് ഇത് വരുന്നത് ശരിക്കും? നമ്മുടെ ഫിഷ് ആണ് അധികം. അതായത് ഈ ഇങ്ങനെ അഞ്ചോവി, നമ്മുടെ വേളൂരി എന്ന് പറയുന്നതല്ലേ ഇത്? അതെ, കൊഴുവ. നമ്മുടെ അവിടെ കൊഴുവ എന്ന് പറയും, ചിലര് നത്തോലി, പിന്നെ ചൂട, അങ്ങനെയൊക്കെ പറയും. വറക്കണതും പിന്നെ മറ്റേ പീര വെക്കും അല്ലേ? പീര വെക്കാൻ ക്ലീൻഡ് ആണ്. നമ്മൾ ജസ്റ്റ് വാഷ് ചെയ്ത് ഇത് ചെയ്യാം. ഓക്കെ, പിന്നെ ഇത് കാണുമ്പോ എല്ലാവർക്കും പറയണ്ടല്ലോ, ആവശ്യമില്ല അല്ലെ? എല്ലാവർക്കും ഫ്രഷ് മത്തിയെ ഈടാ. പിന്നെ ഇത് ട്രാവൽ നമ്മൾ വറ്റ. പിന്നെ കിങ് ഫിഷ് ഉണ്ടാവും. ഇതിപ്പോ ഒരുവിധ ഐറ്റംസ് എല്ലാം തീർന്നു നമ്മള്. പിന്നെ ഇത് നാടൻ കോഴിയാണ്. ഇത് നാടൻ കോഴി. പിന്നെ ബീഫ്, മട്ടൻ, ലാമ്പ് എല്ലാം വരും. അപ്പൊ നമുക്ക് എത്ര ദിവസം 4 ദിവസം. ഏത് ദിവസം വരുന്നത്? ഫ്രൈഡേ വരും. ഫ്രൈഡേ, സാറ്റർഡേ, മൺഡേ വരും, സൺഡേ. പക്ഷെ നമ്മളിപ്പോ ഉച്ചരെ തുടങ്ങും. മിക്കവാറും നെക്സ്റ്റ് വീക്ക് തുടങ്ങി. ഓണത്തിന്റെ തിരക്ക് കഴിഞ്ഞിട്ട് തുടങ്ങാതിരിക്കാം. എല്ലാം റെഡിയാണ്. അവിടെ ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് കാണിക്കാം. സന്തോഷം ഇത്രയൊക്കെ കാണാൻ പറ്റിയത്. അതുകൊണ്ടാണ് നമുക്ക് ഫ്രോസൺ ഉണ്ട് കേട്ടോ. നോൺ വെജിന്റെ ലൈക്ക് മീന്, എല്ലാ കാര്യങ്ങളും ഇതിന്റെ ഫ്രോസൺ ആയിട്ടും ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ ഫ്രഷ് ഫ്രോസൺ. ഇതെന്തുള്ളത് മീന്? മുള്ളനാണോ അത്? നമ്മുടെ നാട്ടിലെ മുള്ളൻ പോലത്തെ നമ്മുടെ ആ ഒരു മുള്ളൻ പോലെ എനിക്ക് തോന്നി. മുള്ളൻ നമ്മൾ ചുട്ടിട്ട് ചമ്മന്തി അരക്കുന്നത്. അങ്ങനെ എല്ലാവരും ഉണ്ട് ഇവിടെ.
ചാള, അയില, നെയ്മീൻ, കരിമീൻ വരെ ഉണ്ട്. കരിമീൻ ഫ്രോസൺ ആയിട്ട്, പിന്നെ ഐസ്, അതെ അതെ, ഐസ് പിടിച്ചിരിക്കുന്നതുകൊണ്ട് കാണാത്തത്. അപ്പം എല്ലാ ഫ്രോസൺ ഐറ്റംസും ഇവിടെ ഉണ്ട്. അപ്പം നമ്മുടെ കിച്ചൺ ഫ്രഷ് തുടങ്ങിയിട്ട് 1 വർഷം ആയപ്പോഴത്തേക്കും നമ്മൾ പുതിയൊരു സെക്ഷൻ തുടങ്ങാൻ പോവാണ് അല്ലേ മഞ്ജു? നമ്മളിത് ബുച്ചറിയായിട്ട് എല്ലാം ഇനിയിപ്പം ഫ്രഷ് മീറ്റും വെജിറ്റബിൾസും എല്ലാം നമ്മൾ ഇവിടെ തന്നെ വരും. നമ്മൾ തന്നെ ഡെയിലി കട്ട് ചെയ്ത് നമ്മുടെ ക്ലീൻ ചെയ്ത് ഫിഷ് ആയാലും മീറ്റ് ആയാലും ക്ലീൻ ചെയ്ത് അതിനുള്ള സാധനങ്ങളെല്ലാം ജസ്റ്റ് റെഡി ആക്കിയിട്ടുണ്ട്. കോൾഡ് റൂമും ഉണ്ട്. അപ്പൊ അത് എല്ലാ ദിവസത്തേക്കും കാണോ? എല്ലാ ദിവസവും ഇത് സ്റ്റാർട്ട് ആയി കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഉണ്ട്. ജസ്റ്റ് നമ്മളതിന്റെ അപ്പൊ ഇവിടെ തന്നെ നമുക്കിപ്പം കോഴിയൊക്കെ ഒന്ന് മേടിക്കണമെങ്കിൽ ഇവിടെ തന്നെ പുതിയൊരു സെക്ഷൻ കൂടി വരാൻ പോകണം. ബീഫ്, ലാമ്പ് എല്ലാം ഉണ്ടാവും. അപ്പൊ ചില ആൾക്കാർക്ക് നമുക്ക് അങ്ങനെ ഇഷ്ടമല്ലല്ലോ ജസ്റ്റ് എങ്ങനെ അവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മളിത് സെക്ഷൻ ആക്കി സെപ്പറേറ്റ് ഡോറൊക്കെ വെച്ചു. ആവശ്യമുള്ളവർ മാത്രം ഇങ്ങോട്ട് കയറിയാൽ മതി. നല്ല സന്തോഷം. ഇത് എല്ലാ തരത്തിലുള്ള പൊടികളും ഉണ്ട്. ഇതൊക്കെ എനിക്ക് നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പൊ അവൈലബിൾ ആണല്ലോ. എല്ലാവരും ഇപ്പൊ അങ്ങനെയൊക്കെയാണല്ലോ വാങ്ങിക്കുന്നത്. എല്ലാവരും ഉണ്ട്. ബിരിയാണി മസാല, മീറ്റ് മസാല, പെപ്പർ ചിക്കൻ മസാല, അതെ എല്ലാം ഉണ്ട് ഇതിനകത്ത്. ഇല്ലാത്തതൊന്നുമില്ല. അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക, ഈ തന്തൂരി ചിക്കനൊക്കെ വെക്കാനായിട്ട് അരച്ചു പുരട്ടാനൊക്കെ ആയിട്ടുള്ള മസാലകളും എല്ലാ കാര്യങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. പണ്ടൊക്കെ നമ്മൾ തന്നെയാണല്ലോ മസാലകളൊക്കെ വാങ്ങിച്ച് പൊടിച്ചുകൊണ്ടിരുന്നത്. അപ്പം അതിന് പകരമായിട്ട് എല്ലാം അവൈലബിൾ ആണ്. നമ്മൾ ഏത് ഭക്ഷണം കഴിക്കുകയാണെങ്കിലും സൈഡിലൊരു അച്ചാറില്ലാണ്ട് നമ്മൾ കഴിക്കാറില്ല. ഹെൽത്ത് വൈസ് ഒക്കെ അച്ചാർ കൂട്ടുന്നത് നല്ലതല്ല എന്ന് പറഞ്ഞാലും നമ്മൾ അച്ചാർ അല്പം ഒന്ന് കൂട്ടിപ്പോകും. എല്ലാ തരത്തിലുള്ള അച്ചാറും ഉണ്ട് ഇതിനകത്ത്. ഇത് വടുകപ്പുളി, നാരങ്ങ, മിക്സ്ഡ് വെജിറ്റബിള്, കടുമാങ്ങ, ജിഞ്ചർ പിക്കിള്, ലെമൺ, ഡ്രൈഡ് ബിറ്റർ, ഇത് പാവയ്ക്ക പിക്കിളാ. പാവയ്ക് പിക്കിൾ ഉണ്ടല്ലോ, അടിപൊളിയുള്ള, കണ്ടിട്ട് അടിപൊളി, സൂപ്പർ. ചേച്ചി നല്ല പാവയ്ക്കയുടെ തന്നെ നമ്മള് അല്ലാതെ വൈറ്റ് ഉണ്ട് അല്ലേ? ഒത്തിരി ആൾക്കാർക്ക് ഇഷ്ടമുള്ള സാധനമാണ് കേട്ടോ. അജൂബി നമ്മുടെ കരിനെല്ലിക്ക ഇപ്രാവശ്യം വന്നിട്ടില്ല, നമുക്ക് കിട്ടിയില്ല. അതും ഈ പാലാട്ടിന്റെ ആയിരുന്നു എനിക്ക് തോന്നുന്നു. കരിനെല്ലിക്ക എന്റെ ഒരു കൂട്ടുകാരി, അവളുടെ പേര് സുപ്രിയ എന്നാണ്. അവള് പല പ്രാവശ്യങ്ങളിലും ഈ കരിനെല്ലിക്ക ഉണ്ടാക്കി വീട്ടിലുണ്ടാക്കി നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് ഒരാഴ്ചയൊക്കെ കെട്ടിവെച്ചിട്ടാണ് കുറച്ചു നേരം അടുപ്പിൽ വെച്ച് തീയടുപ്പിൽ വെച്ച് ചൂടാക്കിയിട്ട് കെട്ടി വെക്കും. നോൺ വെജ് പിക്കിൾ ഉണ്ടോ? നോൺ വെജ് കുറച്ചുണ്ട്. നമ്മളധികം പ്രോൺസ് പിക്കിൾ ഉണ്ട്, ബീഫ് പിക്കിള്, പിന്നെ പ്രോൺസ് മാംഗോ കറി, സാഡിൻ കറി. അത് പീരയാണ്, മത്തി പീര ഇല്ലേ? പീരയായിട്ട് വന്നേക്കുന്നതാണോ ഇത്? പീരയായിട്ട് റെഡി ടു ഈറ്റ് ആണ്. ശരിക്കും ഈ ഒരു വീഡിയോ എടുക്കാൻ വന്നതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായത്. അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് വരും, ആവശ്യമുള്ളത് അങ്ങ് വാങ്ങിച്ചിട്ട് പോകും. ആരെങ്കിലൊക്കെ വിരുന്നുകാരൊക്കെ വരുമെന്ന് പറയുമ്പോ ഡോൺ പറയും പെട്ടെന്ന് വരിക, ഉഴുന്നുവട എടുക്കുക, പഴംപൊരി എടുക്കുക. അപ്പൊ അതെ, എല്ലാവർക്കും UK-യിലുള്ള എല്ലാ മലയാളികളും ശ്രദ്ധിക്കുക. അതെ, ഇത് പീര റെഡി ടു ഈറ്റ് ആണ് ഇവിടെ. കിച്ചൺ ഫ്രഷിലേക്ക് വരിക, വാങ്ങുക, ആസ്വദിക്കുക. ഞങ്ങളുടെ വീട്ടമ്മമാർക്ക് വിശ്രമം. ചെമ്മീൻ മാങ്ങക്കറിയാ? അയ്യോ, ചെമ്മീൻ മാങ്ങക്കറി. പിന്നെ ഡ്രൈ അൻചോവി പിക്കിള്, നമ്മുടെ ഇപ്പൊ നമ്മളെടുത്തില്ല മറ്റേ കൊഴുവയുടെ പിക്കിളോ? എല്ലാം പുതിയ പുതിയ അറിവുകൾ. പിന്നെ ചെമ്മീൻ പൗഡർ, ഇത് പൊടിച്ചത്, ചമ്മന്തി പൊടി പോലത്തെ ചെമ്മീൻ പൊടി എല്ലാം ഉണ്ട്. അപ്പോൾ വലിയ സന്തോഷം. ഇടയ്ക്കിടയ്ക്ക് വന്ന് പുതിയ പുതിയ സാധനങ്ങളൊക്കെ വരുമ്പോൾ പിന്നെയും വീഡിയോ എടുക്കുന്നതായിരിക്കും. ഇതെന്താ ഇത്? ഇതെല്ലാം ഇത് നമ്മൾ ഇങ്ങനെ ഇതുപോലെ തന്നെ റെഡി ടു ഇഡ്ഡലി, റവ ഇഡ്ഡലി, റൈസ് ഇഡ്ഡലി, ഗുലാബ് ജാം. ഇതെല്ലാം നല്ല നോർത്ത് ഇന്ത്യൻ അല്ലേ, ഒരു ടച്ചാന്ന് തോന്നണം. ഓക്കെ, ഒരു ഒത്തിരി ആൾക്കാരുടെ ഡിമാൻഡ് വെച്ച് നമ്മൾ കുറെ സാധനങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. എന്നാലും മഞ്ജുവിനും ഇതിനകത്ത് ഇൻട്രസ്റ്റ് ഉള്ളത് നന്നായി. ഇഷ്ടമാണോ അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാനും ഒക്കെ ഇഷ്ടമാണോ? അത് പണ്ട് പറയുന്ന പോലെ നമ്മൾ ഏത് കുടുംബനാഥന്മാർക്കും ഒരു സപ്പോർട്ട്, ബാക്ക് ബോൺ നമ്മള് സ്ത്രീകള് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റും. നമുക്ക് പച്ചക്കറിയിലേക്ക് പോകാം അല്ലേ? ഇനി നാടൻ പച്ചക്കറികളും നമ്മുടെ അവിയൽ, സാമ്പാറിന് വെക്കാനുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. ഇവിടെ നിങ്ങൾ അറ്റത്ത് നിങ്ങൾ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നാരങ്ങ മുതൽ സവോള, തേങ്ങ, നല്ല അടിപൊളി പഴം. ഇത് നോക്കി, ഈ പഴമൊക്കെ ഇവിടെ കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ പഴം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും. പക്ഷേ നമ്മൾ മലയാളികൾ വന്നിട്ട് ഈ പഴം കാണുമ്പോൾ എടുക്കാതെ പോവാറില്ല കേട്ടോ. കാരണം ഇതൊന്നും നമുക്ക് കഴിക്കാൻ കിട്ടാറില്ലല്ലോ.
അതുപോലെ തന്നെ നമ്മുടെ നാടൻ കൂർക്ക. ഓ അടിപൊളി. വെണ്ടയ്ക്ക നല്ല ഫ്രഷ് വന്നിട്ടുണ്ട്. പിന്നെ ദേ നല്ല മുരിങ്ങാക്കോല് വന്നിട്ടുണ്ട്. പീച്ചിങ്ങ അല്ലേ? പീച്ചിങ്ങ, പച്ചമുളക്, പടവലങ്ങ വന്നല്ല. നമുക്ക് അവിയലിലെടുക്കാം പടവലങ്ങ. അച്ചമ്മി 2 മതിയാവോ? ഇനിയുണ്ടോ നിനക്ക് വന്നിട്ടുണ്ടോ? പടവലങ്ങ എടുത്തു നമ്മള്. പിന്നെ നമ്മുടെ സാധാരണ അതേ മാങ്ങ, ഇഞ്ചി, എല്ലാം നാടൻ ഉള്ളി. പിന്നെ ഇത് ചേനയാണ്. ചേന, മത്തങ്ങ, വെള്ളരിക്ക, ഇതെല്ലാം ഉണ്ട്. ഇനി ഞങ്ങൾ എന്തൊക്കെ എടുത്തെന്ന് അജോമി നമുക്കൊന്ന് കാണിക്കാം. നമ്മൾ എന്തൊക്കെ ഇതിനൊക്കെ എടുത്തിരിക്കുന്നത്? നമ്മളിത് ചേന, വെള്ളരിക്ക, കുമ്പളങ്ങ, പിന്നെ മുരിങ്ങക്കോല്, പടവലങ്ങ, കായ, കുറച്ച് ഫ്രോസൺ തേങ്ങയാണ്. പിന്നെ നമ്മുടെ അച്ചിങ്ങ, വേപ്പില, ഇത്തിരി പച്ചമുളക്, കോവയ്ക്ക. നമ്മുടെ കോക്കനട്ട് ഓയിലാണ്. നമ്മുടെ നാട്ടിലെ നാടൻ വെളിച്ചെണ്ണ അതേ മണത്തോടും അതേ രുചിയോടും കൂടി നമുക്ക് ഇവിടത്തേക്ക് വന്നിരിക്കുന്നു. നിർമ്മൽ പ്യുവർ കോക്കനട്ട് ഓയിൽ, അതിൻ്റെ തന്നെയാണെന്നല്ലേ ബ്രാൻഡ്? ഇത് പാലാട്ടിൻ്റെ എല്ലാം ഉണ്ട്. ഇതിനകത്ത് ബെസ്റ്റ് എന്ന് എനിക്ക് അങ്ങനെ പറ്റില്ലല്ലോ അല്ലേ? എല്ലാം ബെസ്റ്റ് ആയിരിക്കും അല്ലേ? അപ്പൊ എന്തായാലും ഞാൻ ഇവിടുന്ന് നമ്മള് വാങ്ങിച്ചിട്ടില്ല ഇതുവരെയായിട്ട്. ഒരു ദിവസം ഇവിടുന്ന് വാങ്ങിക്കാം. അതിന്റെ ഒരു മണവും രുചിയൊക്കെ ഞങ്ങൾ അറിയാം. ഇതൊക്കെ നമ്മുടെ സാധാരണ സൺഫ്ലവർ ഓയിലും ബാക്കി വിനീഗർ എല്ലാം ഇതുപോലെയാണ് വരുന്നത്. അതെ അല്ലേ? എനിക്കോട് പണ്ട് നമ്മൾ മദേഴ്സ് ചാരിറ്റിക്ക് അച്ചാർ ഉണ്ടാക്കാനൊക്കെ ആയിട്ട് നമ്മൾ ഈ വിനാഗറാണ് നമ്മൾ ഉപയോഗിച്ചേക്കുന്നത്. പിന്നെ ഇതൊക്കെ നമ്മുടെ സാധാരണ സ്റ്റേഷനറി. അതെ അതെ, ഷാമ്പു കാര്യങ്ങളൊക്കെ. ഇതിനകത്തൊക്കെ പെട്ടെന്ന് നമുക്കിങ്ങനെ ഈ നമ്മുടെ നാട്ടിലെ മെഡിമിക്സ്, ലൈഫ് ബോയ് ഫെയർ ആൻഡ് ലവ്ലി പണ്ടൊക്കെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടല്ലോ. ഒത്തിരി ആൾക്കാർ ചോദിച്ചു വരുന്നുണ്ട്. അതെ, അന്നത്തെയൊക്കെ നമ്മുടെ ഈ സൗന്ദര്യത്തിന്റെ രഹസ്യമൊക്കെ ഇതല്ലേ? ഓക്കെ. പിന്നെ ഇതേ മൈസൂർ സാൻഡൽ സോപ്പ് എല്ലാം ഉണ്ട് ഇവിടെ. ചന്ദ്രിക രാധാസ് വന്നിട്ടുണ്ടോ? ലക്സ്. ഇതൊക്കെ ഒരു പഴയ അതെ പഴയ കാലങ്ങളിലേക്ക് തിരിച്ചു പോകാനും പറ്റും അല്ലേ? ചന്ദനത്തിരി. ഓ നല്ല മണം. ചന്ദനത്തിരി ഇങ്ങനെല്ലാം ഉണ്ട് ഇവിടെ. നമ്മുടെ ഓണത്തിന് പൂക്കളം ഇടാനായിട്ട് ബന്ദിപ്പൂ ഇല്ലാണ്ട് എന്ത് പൂക്കളം അല്ലേ? നോക്കിയേ, ഇത് നാട്ടിൽ നിന്ന് വന്നിട്ടുള്ളതല്ലേ ശരിക്കും? ഓ, നാട്ടിൽ നിന്ന് നിറയുണ്ട്. ഒരു കുട്ട ബന്ദിപ്പൂ. ഇതെനിക്കൊന്ന് നാളെ ആകുമ്പോഴത്തേക്കും തീരുമല്ലേ മോളെ? നാളെ ആകുമ്പോഴത്തേക്കും തീരുമല്ലേ? ഒത്തിരി ഓർഡർ വന്നു പോയി. വാഴയില. വാഴയില നമ്മള് നമ്മുടെ നാട്ടില് നമ്മുടെ ബാക്കില് നമ്മുടെ ഗാർഡനിൽ പോയി വെട്ടിക്കൊണ്ടുവരുന്ന വാഴയിലകള് പൊതിഞ്ഞു കൊടുത്തുവിട്ടിരിക്കുന്നു. വാഴയില. എന്തുവാടാ അത്? എന്തോ പോലെ ഇത്? കരിമ്പ്. കരിമ്പ്. ഇത് നമ്മുടെ ഇലകള്. നല്ല അടിപൊളി നെല്ലിക്ക. ഞങ്ങൾ ഒരെണ്ണം എടുക്കുവാണേ. നെല്ലിക്ക ഒരെണ്ണം എടുക്കുവാണേ ഞങ്ങള്. കരിവേപ്പില. ഈ രൂപത്തിലാണ് കരിവേപ്പിലയുടെ വരുന്നത്. ഈ പെൺകുട്ടികൾ മുല്ലപ്പൂ ചൂടാണ്ട് സുന്ദരിയാന്ന് പറയാൻ ഇത്തിരി ബുദ്ധിമുട്ടല്ലേ? അതെ, മുല്ലപ്പൂ എത്തിക്കഴിഞ്ഞാൽ എനിക്കൊന്നൊരു 2-3 വർഷങ്ങൾക്ക് മുൻപൊന്നും നമുക്ക് അങ്ങനെ ഇവിടെ സൗത്ത് ആഫ്രിക്കയിലൊന്നും ഉണ്ടായിരുന്നില്ല. റെഡിമെയ്ഡ് പൂക്കളായിരുന്നു. ഇപ്പം നമുക്കിതേ മലയാളി പെൺകുട്ടികൾക്ക് ചൂടാനായിട്ട് കിച്ചൺ ഫ്രഷിലേക്ക് വന്നിരിക്കുന്നു മുല്ലപ്പൂക്കൾ. ഇത് മൊത്തം മുല്ലപ്പൂവാണ്. നാട്ടിൽ നിന്ന് വന്നിരിക്കുന്നതാണ്. നാളെ ഈ സമയമാകുമ്പോഴത്തേക്ക് ഇത് തീർന്നു പോകും. അപ്പം ആവശ്യമുള്ളവർ പെട്ടെന്ന് വരിക, മുല്ലപ്പൂ വാങ്ങിക്കുക. ശരിക്കും നമ്മുടെ ഇപ്പൊ രാവിലെ മുല്ലയില ഇങ്ങനെ പൂ വിടുന്നതിന്റെ ഒരു മണം. പിന്നെ നമുക്ക് റെഡി ടു കുക്ക് ബാറ്റർ അവൈലബിൾ ആണ് കേട്ടോ. ദോശ ബാറ്റർ, അപ്പത്തിൻ്റെ ബാറ്റർ, വീട്ടിൽ കൊണ്ടുപോയാലും ഇൻസ്ട്രക്ഷൻ നോക്കി ഉണ്ടാക്കാം, ഈസിയാണ്. പിന്നെ ഇൻസ്റ്റൻറ്റ് ചപ്പാത്തി. ഇത് ഹാഫ് കുക്ക്ഡാണ്. നമുക്ക് ജസ്റ്റ് തവയിൽ ഇത് ചെയ്യുന്നത്.
ഇത് ഡെയ്സിയാണ് ഞങ്ങളുടെ ഡെയ്സി ഇവിടെ വരാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ഞാൻ മിക്കവാറും വരാറുണ്ട്. എല്ലാ സാറിനോട് കിട്ടാറുണ്ടല്ലേ? സന്തോഷമാണ് നമ്മുടെ അടുത്ത് ഇങ്ങനെയുള്ളത്. നമ്മുടെ കേരളത്തിലെ എല്ലാ സാധനങ്ങളും നമ്മളിപ്പോ എന്തെങ്കിലും വേണമെന്ന് ആഗ്രഹിക്കുന്നതൊക്കെ ഉണ്ടാവാറുണ്ട്. അങ്ങനെ നമ്മൾ ഇങ്ങോട്ട് നോക്കിയപ്പോൾ നമ്മുടെ നാടൻ മുണ്ട കൊടുത്ത നല്ല ചെറുപ്പക്കാര് പിള്ളേര്. ഞാനിവിടെ ആദ്യമായിട്ടാണ് പരിചയപ്പെടുത്തുന്നത്. പേര് ജുനൈദ്. ജുനൈദ് മറ്റേ ഫറാൻ. ഓക്കെ. നിങ്ങൾ എവിടെയാ ഇപ്പൊ താമസിക്കുന്നത്? ഇവിടെ വരാറുണ്ട് ഇടയ്ക്ക്. എങ്ങനെയുണ്ട് നമ്മുടെ കിച്ചൺ ഫ്രഷിന്റെ? അടിപൊളിയാണ്. ഞങ്ങള് മുമ്പ് വർക്ക് ചെയ്ത ഒരുമിച്ച്. അപ്പൊ ഇവിടെ സ്റ്റാർട്ടപ്പ് വന്നപ്പോ ഞങ്ങള് ആദ്യം ഉണ്ടായിരുന്നു ഇവിടെ. അപ്പൊ അറിയാം. ഇവിടെ നിന്നാണ് കൂടുതൽ ഷോപ്പിംഗ്. ഞങ്ങള് ഓർഡർ ചെയ്ത് വെച്ചാണ് ഓണത്തിന്റെ കിറ്റ് വാങ്ങാൻ വന്നിട്ടുണ്ട്. നാടൻ ഐറ്റംസ്. നിങ്ങൾ ഓണത്തിന് വിഭവങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ? ഞങ്ങളൊക്കെ മേടിക്കുക. ഫ്രോസന് കിട്ടുന്നില്ല. അപ്പൊ റൈസ് എല്ലാം വർക്ക് ഉണ്ട് കാരണം. അപ്പൊ കറിയൊക്കെ ആയിട്ട് എല്ലാം ഓണത്തിന്റെ ഓണസദ്യ. അപ്പൊ അതിൻ്റെ അതെല്ലാം ഇൻക്ലൂഡിങ് അല്ല റൈസ് എല്ലാം ഉണ്ട്. അത് ഇന്നിപ്പോ ഡെലിവറി ആവുമോ? കഴിഞ്ഞ വർക്ക് ഉണ്ട്. അപ്പൊ നിങ്ങൾ കൂട്ടുകാരെല്ലാവരും കൂടി എടുത്തിരുന്ന ഓണസദ്യ കഴിക്കണം. നാടൻ നോർമലൊക്കെ ആയിട്ട്. അതും മൈക്രോവേവ് അതല്ലേ? സന്തോഷം കണ്ടതിൽ.